പാറശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്ന് കണ്ടാണ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷയിൽ നിന്നായിരുന്നു. പൊതുചിന്താധാരയ്ക്ക് എതിരായ അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് എന്നതിന്റെ പേരിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ കടുക്കുന്നുണ്ട്. അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ലെന്ന് കമാൽ പാഷ ആവർത്തിക്കുന്നു. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവൾ ആയതാണ് പ്രശ്നമെന്നും കമാൽ പാഷ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ ആളുകൾ അതിവൈകാരികമായാണ് കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു? സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു. ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും. പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്കു വാങ്ങിവെന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നതെന്ന് കമാൽ പാഷ പറഞ്ഞു. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് കമാൽ പാഷ ചോദിക്കുന്നു. ഇവിടെ പ്രതി പെൺകുട്ടി ആയപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റത്തെ തോന്നിയാസം. ഒരേ തരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്തു പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അത് വൈകാരിക പ്രതികരണമാണ്. അത് പാടില്ലെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ആ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്. അത് പരിഗണിക്കണം. മനംമാറ്റത്തിനും നല്ല നടത്തിപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്ക് മുൻപ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് വിധിയിൽ പറയുന്നു. അവനെ ഒരാളെ ലക്ഷ്യമിട്ടല്ലേ ഇത് ചെയ്തത്? മറ്റാരെയും ലക്ഷ്യമിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കണമായിരുന്നു. പഴയതുപോലെയല്ല. ഇളവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 1ാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകളുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവനും 3ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. തെളിവ് നശിപ്പിച്ചെന്നാണ് നിർമ്മലകുമാരൻ നായർക്കെതിരായ കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ്.